ഒരു നടിക്ക് എത്ര കാലം വേണമെങ്കിലും സിനിമയിൽ തുടരാമെന്നതിന്റെ തെളിവാണ് തൃഷ. സിനിമയിൽ ഇന്നും മികച്ച രീതിയിൽ തന്റെ യാത്ര തുടരുന്ന വ്യക്തിയാണ് അവർ. 22 വർഷമായി സിനിമയിൽ തുടരുന്ന തൃഷ നിരവധി കഥാപാത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു. അവർ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും വേറിട്ടതായിരുന്നു. 2002 പുറത്തിറങ്ങിയ മൗനം പേസിയത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തൃഷയുടെ ആദ്യ നായികാവേഷം. സൂര്യ ആയിരുന്നു നായകനായി എത്തിയത്. 1999 മിസ് ചെന്നൈ വിജയിച്ചതിലൂടെയായിരുന്നു തൃഷയുടെ സിനിമയിലേക്കുള്ള എൻട്രി. സാമി, ഗില്ലി, 6, വിണ്ണை താണ്ടി വരുവായ, കൊടി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു. മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിക്കാൻ കരിയറിന്റെ തുടക്കം മുതലേ അവസരം ലഭിച്ചിരുന്നു. MS രാജു സംവിധാനം ചെയ്ത വർഷം എന്ന ചിത്രമായിരുന്നു തൃഷയുടെ ആദ്യ തെലുങ്ക് ചിത്രം. ബെസ്റ്റ് ആക്ട്രസിനുള്ള ആദ്യ ഫിലിംഫെയർ അവാർഡ് ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. പ്രഭാസ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ. വിജയ ചിത്രമായ ഗില്ലിയിലെ പെർഫോമൻസും ശ്രദ്ധേയമായിരുന്നു. ധനലക്ഷ്മി എന്നായിരുന്നു തൃഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. മികച്ച വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു ഗില്ലി. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിണ്ണை താണ്ടി വരുവായ എന്ന ചിത്രവും തൃഷയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. ജെസി എന്ന ക്യാരക്ടറെ പ്രേക്ഷകർ ഇന്നും മറക്കാത്തതിന്റെ കാരണവും തൃഷയുടെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ്. AR റഹ്മാന്റെ മ്യൂസിക് കൂടിയായപ്പോൾ പടം വേറെ ലെവലായി മാറി. 2016 പുറത്തിറങ്ങിയ കൊടി എന്ന ധനുഷ് ചിത്രത്തിൽ നായികയും അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രവുമാണ് അവർ അവതരിപ്പിച്ചത്. വളരെ മികച്ച രീതിയിൽ തന്നെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ധനുഷ് ഡബിൾ റോളിലെത്തിയ ചിത്രത്തിൽ അനുപമ പരമേശ്വരനായിരുന്നു മറ്റൊരു നായിക. 96 എന്ന സിനിമയിലെ ജാനകിയും തൃഷയുടെ ഏറ്റവും മികച്ച ക്യാരക്ടറുകളിൽ ഒന്നായിരുന്നു. വിജയ് സേതുപതി ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത്. 96ന്റെ തെലുങ്ക് റീമേക്കിൽ സമന്തയും കന്നഡ റീമേക്കിൽ ഭാവനയുമാണ് അഭിനയിച്ചത്. എങ്കിലും പ്രേക്ഷകർക്ക് ഇന്നും ഇഷ്ടം തൃഷ അഭിനയിച്ച ജാനുവിനെ ആയിരുന്നു. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിലൂടെ പ്രേക്ഷകർ കണ്ടത് വേറിട്ട ഒരു അഭിനയമായിരുന്നു. ആ സിനിമയ്ക്കും പ്രേക്ഷകർ മികച്ച പ്രതികരണങ്ങളാണ് നൽകിയിരുന്നത്. 2018 പുറത്തിറങ്ങിയ നിവിൻ പോളി നായകനായ ചിത്രമായിരുന്നു ഹേ ജൂഡ്. ഇതിലെ നായികയായി എത്തിയത് തൃഷയായിരുന്നു. ഈ ചിത്രം അവരുടെ ഫസ്റ്റ് മലയാളം മൂവി കൂടിയായിരുന്നു. 2025 പുറത്തിറങ്ങാനിരിക്കുന്ന ഐഡന്റിറ്റി എന്ന ചിത്രമാണ് തൃഷയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ. ടൊവിനോ തോമസ് നായകനായി എത്തുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ്. മമത മോഹൻദാസ്, ഗൗതം മേനോൻ, മഡോണ സെബാസ്റ്റ്യൻ, അജു വർഗീസ് എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അരിഷ എന്ന കഥാപാത്രത്തെയാണ് തൃഷ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇത്രയും വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിൽ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു വിജയിച്ച നടിയാണ് തൃഷ. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവർ അഭിനയിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള റോളുകളാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന കാര്യം കൊണ്ടുകൂടിയാണ് ഇന്നും തൃഷ സിനിമയിൽ നിലനിൽക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.